കാല് തൊട്ട് വണങ്ങാറുണ്ട് അല്ലേ നമ്മൾ? ഈ പ്രായമുള്ള ആൾക്കാരെയൊക്കെ, നമ്മൾ പ്രായമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഹയർ പൊസിഷനിലൊക്കെ ഉള്ള ആൾക്കാരെ ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അവാർഡൊക്കെ തരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള ഒക്കെ തരുമ്പോൾ നമ്മൾ ഓടിപ്പോയി കാല് തൊട്ട് തൊഴാറുണ്ട്. പക്ഷേ അത് ശരിയാണോ തെറ്റാണോ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാല് തൊട്ട് തൊഴുന്നതിലൂടെ നമ്മുടെ ബോഡിയിൽ 7 ചക്രാസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. 7 ചക്രാസും സൂക്ഷ്മങ്ങളായ ഒരുപാട് അല്ലാത്ത ചക്രങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ ഒരുപാട് സൂക്ഷ്മങ്ങളായ ചക്രങ്ങളുണ്ട്. ഇത്തരം ചക്രാസിലാണ് ശരിക്കും പാസ്റ്റ് ലൈഫിലുള്ള നമ്മുടെ കർമാസ് ആണെങ്കിലും ഇപ്പോൾ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളാണെങ്കിലും അന്ന് അക്യുമുലേറ്റ് ആവുന്നത്. അപ്പോൾ നമ്മളൊരാളെ ഹഗ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ കാല് തൊട്ടൊക്കെ വണങ്ങുമ്പോൾ അത്തരം എനർജി നമ്മളിലോട്ട് ഒഴുകും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഈ നമസ്തേ പറയുന്നത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. നമസ്തേ അതാകുമ്പോൾ ഒരു ബോഡി ടച്ചിങ് ഹഗ്ഗിങ് ഒന്നും വരുന്നില്ല. അവിടെ ഒരു ഹായിലോ ഒരു നമസ്തയിലോ നമ്മൾ ഒതുക്കുന്നു. അത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മൾ കൂടുതലും നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചർ അങ്ങനെ തന്നെയാണ് അല്ലേ, നമസ്തേ. അപ്പോൾ കാല് തൊട്ട് തൊഴുന്നതിലൂടെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമ്മളൊരു സ്പിരിച്വൽ പേഴ്സൺ ആയിരിക്കാം, ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്രായമുള്ള ഒരപ്പനോ അമ്മമ്മയോ അങ്ങനെ ആവണം എന്നില്ല. പക്ഷെ നമ്മൾ പ്രായത്തെ ബഹുമാനിക്കുന്നത് കൊണ്ട് ഓടിപ്പോയി കാല് തൊട്ട് തൊഴുന്നു. പക്ഷെ അവർ എത്രത്തോളം ഏതൊരു ലെവൽ വൈബ്രേഷനിൽ നിൽക്കുന്ന ആളാണ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇത്തരം ചക്രാസിലൂടെ ഇപ്പോൾ നമ്മുടെ ഫുട്ടിലൊക്കെ ചക്രാസ് ഉണ്ട്, മൈനർ ചക്രാസിലൊക്കെ പോയി തൊടുന്നതിലൂടെ നമുക്കും എനർജിയിൽ വ്യത്യാസങ്ങൾ വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതൊരു ഇത്തരം ധ്യാനം, മെഡിറ്റേഷൻ, സാധനയൊക്കെ ചെയ്യുന്നവർക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ബോഡിയൊക്കെ കുറച്ച് സെൻസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പല എനർജികളും ഇത്തരം ഒക്കെ നമ്മൾ ഈ പുറത്തൊക്കെ പോയിട്ട് വന്നപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഭയങ്കര ബോഡിയൊക്കെ ഭയങ്കര ടയേർഡായിട്ട് നമ്മൾ പോയി കിടക്കാറുണ്ട് ബെഡിലൊക്കെ അല്ലേ. ഭയങ്കര ക്ഷീണം ഒക്കെ പോയിട്ട് വന്നിട്ട് അപ്പോൾ നമ്മൾ ഈ കണ്ണെയർ എന്നൊക്കെ പറയും. ശരിക്കും പറഞ്ഞാൽ ഒരു എനർജി ട്രാൻസ്ഫറാണ് അവിടെ നടക്കുന്നത്. ലോവർ എനർജിയിൽ നിന്ന് ഹയർ എനർജിയിലോട്ട് എനർജി, അല്ലെങ്കിൽ ഹയർ എനർജിയിൽ നിന്ന് ലോവർ എനർജിയിലോട്ടൊക്കെ എനർജി എക്സ്ചേഞ്ച് വഴി നമ്മുടെ ബോഡിയിലെ എനർജിക്ക് ഇംബാലൻസ് വരും. ഇംബാലൻസ് വരുന്നതിലൂടെ നമ്മൾ ഈ പറയാറുണ്ട് കണ്ണ് ദോഷം, കണ്ണേർ ദോഷം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അല്ലേ നല്ലൊരു സോൾട്ട് വാട്ടർ ബാത്ത് എടുക്കുക, പ്രയറൊക്കെ ചെയ്യുക. അതിലൂടെയൊക്കെ തന്നെയാണ് നമുക്കിതൊക്കെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ കാലൊക്കെ തൊട്ട് വണങ്ങുമ്പോൾ ഇനിയൊന്ന് ഓർക്കുക, അത് വേണോ? അതെങ്ങനെയുള്ള ആളാണ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത്? ഇപ്പം നല്ല ഡിവൈൻലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന മുത്തശ്ശിമാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെ അല്ലേ, അല്ലെങ്കിൽ ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സ്പിരിച്വൽ ഗുരുസ് അവരെ പോലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഓക്കെ, വളരെ നല്ലതാണ്. പക്ഷേ അല്ലാതെ നിൽക്കുന്ന ഏതുതരം ആൾക്കാരാണ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നതെന്ന് നമ്മൾ നോക്കിയിട്ട് വേണം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. നമസ്തേ.